ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഓയിൽ നല്ല രീതിക്ക് കുറവ് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറവ് കാണിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്താണ്? ഓയിൽ കുറവുണ്ട്, നമുക്ക് പെട്ടെന്ന് പോയി ടോപ്പ് അപ്പ് ചെയ്യാം എന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അതുമാത്രമല്ല, വേറൊരു സെഗ്മെൻറ്റ് ആൾക്കാരുണ്ട്, എഞ്ചിൻ ഓയിൽ കുറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം വാഹനത്തിൻ്റെ എഞ്ചിൻ എന്തൊക്കെ പണിയുണ്ട് അതെല്ലാം ചെയ്ത് തീർത്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുക്കും. ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ കുറവ് കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം ഇത് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് നോക്കണം. അതായത് ഊറ്റി നോക്കണം. എഞ്ചിൻ ഓയിൽ ഫുള്ള് ഊറ്റി നോക്കി കഴിയുമ്പോഴത്തേക്കും ഓയിൽ ഫിൽറ്ററിനകത്ത് ഒരു ഏകദേശം 200 ml ഓയിൽ അവിടെ കുറവ് വരുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ബാക്കി എത്ര ഓയിൽ കുറവുണ്ടെന്ന് നോക്കുക. കൃത്യമായിട്ട് ഓയിൽ കറുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൽ ബാക്കി ടോപ്പ് അപ്പ് ചെയ്യുക. 3.2 ലിറ്റർ എഞ്ചിൻ ഓയിലാണ് നിങ്ങളുടെ വാഹനത്തിന് വേണ്ടതെന്നുണ്ടെങ്കിൽ 200 ml ഫിൽറ്ററിലോട്ടുള്ളത് മാറ്റി വെച്ചും ഫിൽറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട. എഞ്ചിൻ ഓയിൽ കറക്റ്റ് 3 ലിറ്റർ ആക്കി ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെയും വാഹനം ഏകദേശം ഒരു 500 കിലോമീറ്ററോളം നിങ്ങൾ ഓടിച്ചു നോക്കുക. 500 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം പിന്നെയും ഇതുപോലെ ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം എന്തുകൊണ്ട് ഇത് ചെക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓയിൽ ചേഞ്ചസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഓയിൽ ചേഞ്ച് എപ്പോഴാണോ നിങ്ങൾ ലാസ്റ്റ് ചെയ്തത് ആ ചേഞ്ച് ചെയ്ത സമയത്ത് കൃത്യമായിട്ടുള്ളൊരു ചേഞ്ചിങ്ങിൽ അവരൊഴിച്ച എമൗണ്ട് കുറഞ്ഞു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും കൃത്യം പറയാൻ പറ്റത്തില്ല. പിന്നെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഓയിൽ കുറയുന്ന സമയത്ത് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. അതുകൊണ്ട് വാഹനം ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ലിഫ്റ്റൊക്കെ കയറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡിട്ട് പൊക്കിയാണെങ്കിലും അടിഭാഗത്ത് ഓയിൽ ലീക്കോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ താഴെ വല്ല ഓയിൽ കിടപ്പുണ്ടോ എന്ന് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഞാൻ ഈ പറഞ്ഞ പോലെ ഓയിൽ ഫുള്ള് ഊറ്റിയതിന് ശേഷം കൃത്യം ലെവലാക്കി പിന്നെ നമ്മൾ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒരു 500 കിലോമീറ്റർ ഓടിച്ച് നോക്കുക. 500 ഓടിയതിന് ശേഷം ഓയിൽ കുറയുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. ഇനി കുറയുന്നില്ലെങ്കിൽ അടുത്തൊരു 500 കൂടെ കഴിയിട്ട്, അതായത് ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുക. 1000 ആയിട്ടും ഓയിൽ കുറവൊന്നുമില്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട. ഇതിനിടയ്ക്ക് ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട്, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡീസൽ വാഹനമാണെങ്കിൽ ഇന്റർകൂളറിനകത്തോട്ട് ഓയിൽ വരുന്നുണ്ടോ, ടെർബോയിൽ ഓയിൽ കയറുന്നുണ്ടോ, ഈ ലൈൻസിൽ എവിടെയെങ്കിലും ഓയിലിൻ്റെ പ്രസൻസ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അല്ലാതെ ഡയറക്റ്റ് ഒരു എഞ്ചിൻ വർക്കിലോട്ട് ഒരു കാരണവശാലും പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഓയിൽ കുറയുന്നത് ഞാൻ കണ്ടു, നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്ത് അവർ എഞ്ചിൻ പണി ചെയ്യണമെന്ന് പറഞ്ഞ് എഞ്ചിൻ പണി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.